പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് നവംബർ 26 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മക്കളില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടും മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ.
കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങാൻ പോവുകയാണ് ഈശോയെ. ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശോയെ, പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട്, പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നമ്മളെ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ഇൻറ്റിമസിയിലേക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യണത്. അതിനകത്ത് ഇൻറ്റിമസിയിലേക്ക് വരാം. ഈശോയുടെ എൻ്റെ നിർമ്മലനാകാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ചും കർത്താവ് സ്റ്റാറ്റസ് എന്താണ്, ആ സ്റ്റാറ്റസ്, ആ ഇൻറ്റിമസിയുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലേ, ഡബിൾ മൈൻഡഡ് ഉണ്ടാകരുത്. അത് ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൂത്രമാണത്, ഡബിൾ മൈൻഡഡ്. ഈ ഡബിൾ മൈൻഡഡ് കാര്യം ഒരിക്കലും കർത്താവ് അത്ര ഉൾക്കൊള്ളത്തില്ല. എന്നാലും കർത്താവ് അതുകൊണ്ട് കർത്താവ് പറയും, നിങ്ങൾ കലപ്പേ കൈവച്ചാൽ എൻ്റെ ജോലിയും ശുശ്രൂഷയും. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉള്ള പോലെയുള്ളതല്ല, എല്ലാം കർത്താവിൻ്റെ ജോലിയാണ്. ജീവിതം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം കല്യാണം കഴിച്ച് ജീവിച്ചാലും, തൊഴിലെടുത്ത് ജീവിച്ചാലും, ഏകസ്ഥരായാലും, വിധവയായാലും നമ്മളെല്ലാം ചെയ്യണത് എന്താണ്? കർത്താവിൻ്റെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ നിർമ്മലനുള്ള സ്റ്റാറ്റസ് വരുമ്പോൾ എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യണത്. ഈ കർത്താവിൻ്റെ ജോലി അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ ജോലിയാണ്. പക്ഷെ കർത്താവിൻ്റെ നാമത്തിൽ മാത്രം ചെയ്താൽ കർത്താവിൻ്റെ ജോലി ആകത്തില്ല. അതിനെന്ത് ചെയ്യണമെന്നറിയാവോ? ഡബിൾ മൈൻഡഡ് ആകരുത്. ബൈബിൾ പറയുന്ന ഏറ്റവും നല്ല തീമാണ് ഡബിൾ മൈൻഡ്. ഡോണ്ട് ബി ഡബിൾ മൈൻഡഡ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പറയാം വീട്ടിൽ പോടാന്ന് പറയും. എന്താണ്? കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കരുത്. ലൂക്ക 9:62. യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അവകാശമില്ലെന്നാ പറഞ്ഞത്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ജീവിത രീതിയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ഹിതത്താൽ, വചനത്താൽ നയിക്കപ്പെടുന്ന കൃപാപൂർണമായ ജീവിതമാണ്. അതിന് എന്ത് പറ്റും? ഡബിൾ മൈൻഡഡ് പറ്റത്തില്ലെന്ന്. നിർഭാഗ്യവശാൽ എല്ലാവർക്കും, വിവാഹിതർക്കും, ഏകസ്ഥർക്കും, സമർപ്പിതർക്കും, അഭിഷിക്തർക്കും മൊത്തം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡബിൾ മൈൻഡ് കയറി വരും. എന്താ കാര്യത്തിൽ? കുറച്ച് കർത്താവിൻ്റെ കാര്യവും പിന്നെ ലോകത്തിൻ്റെ കാര്യവും കയറി ഡബിൾ മൈൻഡഡ് വരും. ഇപ്പം മറ്റുള്ള ഈ ക്രിസ്തുവിൻ്റെ സ്ഥാനം വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനമാണ്. ആ വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനം രക്ഷാസ്ഥാനമാണ്. രക്ഷാസ്ഥാനത്ത് നിന്ന് മാതാവിനെ എടുത്ത് ന്യൂട്രലൈസ് ചെയ്ത് കളയും. പക്ഷെ എന്ത് ചെയ്ത് മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്നുള്ള ധ്വനികളെ ചില ഔദ്യോഗിക അഭിഷിക്തരുടെ വായുന്നെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ? അതിൻ്റെ സഹസഞ്ചാരിയായി അതിൻ്റെ കൂടെ നടന്ന മാതാവ് സഹരക്ഷക അല്ലെന്ന് പറയുമ്പോൾ ഒക്കെ മനസ്സിലാകും. പക്ഷേ എന്താ വിഷയം? ആ രക്ഷകൻ്റെ സ്ഥാനത്തേക്ക് വേറെ രക്ഷകന്മാരെ മനസ്സുകൊണ്ടോ അല്ലാതെ അംഗീകരിക്കുന്ന അവസ്ഥ വരുമ്പോൾ എന്താണ് ഭാവിയിൽ സഭയ്ക്ക് വരാൻ പോണത്? ദ ചേർച്ച് വിൽ ബി റിജക്റ്റഡ്. എന്ത് റിജക്റ്റഡ് ചെയ്യും? 2-3 തരത്തിൽ റിജക്ഷൻ സംഭവിക്കും. അതിലൊന്ന്, ക്രിസ്തു ലോകത്തിനെ വിശുദ്ധീകരിക്കാനും രക്ഷയ്ക്ക് വേണ്ടിയും സഭയെ ഉപയോഗിക്കാതെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതവരുടെ സംഭവം. ഇപ്പം പത്രോസ് സർക്കംസിഷൻ ചെയ്യാതെ യഹൂദന്മാരെ ക്രിസ്ത്യാനികളാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്തപ്പോൾ പത്രോസ് എടുത്തപ്പോൾ ക്രിസ്തു എന്ത് ചെയ്ത്? ബദൽ സംവിധാനമായിട്ടാണ് പൗലോസ് വരുന്നത്. അങ്ങേര് ഇതൊന്നും നോക്കത്തില്ല. ബാപ്റ്റിസം പോലും ചെയ്യാതെ ഞാൻ നിങ്ങളെ, എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള, സുവിശേഷം കൈമാറുക എന്നുള്ള ആ വലിയ സത്യം വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ രക്ഷാകര നടപടിയിൽ ഔദ്യോഗികമായി എന്തിനാണ് നമ്മൾ ഈ ഇപ്പം ചുവപ്പ് വസ്ത്രം, കർദ്ദാളന്മാർ ചുവപ്പ് വസ്ത്രം കെട്ടുന്നു, ഷാസ്ട്ര് ബിഷപ്പുമാർ റോസ് വസ്ത്രം കെട്ടുന്നു. എന്തായാലും കളറ് ചുവപ്പിൻ്റെ വെറൈറ്റിയാണ്. എന്താ ഉദ്ദേശം? എന്താണ്? ആദിമസഭയിൽ ഒരാൾ ബിഷപ്പായി കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ, അയാൾ എപ്പോഴായാലും ഒരു 2 മാസമോ 6 മാസമോ മുമ്പ് 6 കൊല്ലത്തിനുള്ളിൽ മരിക്കും. അപ്പം മരിക്കാൻ തയ്യാറാണ്, വിശ്വാസത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരക്കി ചുവപ്പ് കെട്ടണത്. അന്ന് അതിൻ്റെ ട്രഡീഷൻ അതാണ്. അപ്പം ചുവപ്പ് കെട്ടിയിട്ടുണ്ടെന്ന് തന്നെ മറ്റ് മതങ്ങളിലും രക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള അംബിഗസ് ആയിട്ടുള്ള, ഇവർ കറക്റ്റായിട്ട് അങ്ങനെ പറയത്തില്ലെങ്കിൽ അംബിഗസ് ആയിട്ട് പറയും. എന്നുവെച്ചാൽ മറ്റുള്ളവർ കൂടി ചേർത്ത് നിർത്താൻ വേണ്ടി നമ്മൾ സുവിശേഷ പാരമ്പര്യത്തിലും വചനത്തിലും വെള്ളം ചേർത്ത് നിർത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുന്ന ഒരു വിഷയം, ഇത് അക്കാഡമിക് പ്രോജക്റ്റായിട്ട് ഉയർന്നു വന്നതാണ്, ആ എവാഞ്ചലൈസേഷനിൽ നിന്ന് വന്നതല്ലത്. അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിടുമ്പോൾ സഭയുടെ ഫെർവൻസ് എന്ന് പറയുന്ന കാര്യം ആത്മാക്കളെ വീണ്ടെടുക്കുക എന്നുള്ള ആശയങ്ങളെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത് തെറ്റാണെന്ന് സഭയ്ക്ക് പറയാതെ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വല്ല വിഷയവൃത്തത്തിൽ ചിലപ്പോഴെങ്കിലും ഡയലോഗുകാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഡയലോഗുകാർ ചെന്ന് പെടും. ഇപ്പോൾ ഡയലോഗ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഒറ്റ വിഷയമുണ്ട്. പലരും ക്രൂശിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ആരും. പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സിംഗിൾ നെയിമാണ്. ഈ നെയിമെ തൊടുമ്പോൾ പണ്ടൊരാൾ തൊട്ടതാണ്, അതിനെ പറഞ്ഞത് തോട്ടിമുള്ളിലാണ് നീ തൊഴിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് പിന്നെ അയാൾ പരിഹാരം ചെയ്തത് മാനസാന്തരപ്പെട്ടിട്ട് 10 ദിവസത്തിൻ്റെ ഒപ്പം നിന്നിട്ട് 10 ദിവസത്തിന് പകരം 14 സഭകളെ സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാപത്തിന് പരിഹാരമായി മാറിയത്, പൗലോസിൻ്റെ. അപ്പോൾ എപ്പോഴും ഈ വിഷയത്തിൽ പൊതുവെ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന സംഭവം എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വിട്ടിട്ട് കർത്താവ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേറെ സംവിധാനം ഉണ്ടാക്കും. പാരൽ സംവിധാനം. ഈ അവാന്തര സഭാ സമൂഹങ്ങളുടെ വളർച്ച നോക്കുമ്പോൾ ഒക്കെ മനസ്സിലാവുന്നത്. അപ്പം തൽക്കാലം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ലേ? ഓക്കെ അല്ലേ? ശരി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.